ഇന്ന് നമുക്ക് എളുപ്പത്തിൽ രാത്രി ഡയറ്റ് ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ വിശക്കന്നെ പോലെ വിശക്കണവരാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ മോനെ ഫീഡ് ചെയ്യണോണ്ട് പെട്ടെന്ന് നമുക്ക് കുറച്ച് നേരം ഒക്കെ പിടിച്ച് നിൽക്കാമെന്നല്ലാണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യപ്പെട്ട് വയറ്റിലില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വിശക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. അതിന് മുൻപ് മഷ്റൂം ഒന്ന് കഴുകിയിട്ടുണ്ട്, അത് ഇതിൽ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. നല്ലപോലെ കഴുകി എടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കറുത്ത പൊടി പോലെ സാധനം പോയിരുന്നു. അതിന് ശേഷം ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സവാള നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ചിട്ട് ഇട്ടാൽ എത്ര പേരുണ്ട് അതിന് കൗണ്ടിക്ക് കഴിക്കാനുള്ളവർക്കനുസരിച്ച് സവാള കട്ട് ചെയ്യുക. ചെറുതാക്കി കട്ട് ചെയ്താൽ മതി, എന്നാലാണ് അത് ഇതായി പോവുള്ളൂ. ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് ഗാർലിക്കാണ്, അതും കൂടി കുഞ്ഞിതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ദിയമോള് ഒന്ന് വിശേഷം പറയാൻ നിൽക്കണം, അവൾ കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും രണ്ടുപേരും ഉണ്ട്, പിന്നെ വേണ്ട സെയിൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കളിപ്പിച്ചാലാണ് എനിക്ക് ഈ നേരത്തൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു തന്നു. ഞാൻ കട്ട് ചെയ്യേണ്ട കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കണ്ണിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം വരില്ലോ സവാള കട്ട് ചെയ്യുമ്പോൾ. വേണ്ട കുട്ടികളല്ലേ, അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞ അവിടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗാർലിക്ക് ഇതുപോലെ കുഞ്ഞിതായിട്ട് ചോപ്പ് ചെയ്യട്ടെ. അങ്ങനെ പതുക്കെ വളരെ നൈസാക്കിയിട്ട് അങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ്, ഇത് രണ്ടുമാണ് നമുക്കിതിലേക്ക് വേണ്ട അരിഞ്ഞു വയ്ക്കേണ്ട കുറച്ച് സാധനങ്ങളെന്ന് പറയാനായിട്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് വേണം കേട്ടോ. നമ്മളത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ഞാൻ പൊടിക്കുക ചെയ്തത് ആ സമയത്ത്. അപ്പോൾ ഗ്യാസ് ഓണാക്കി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു. ആ പാൻ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഇതുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതൊഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ഒരു വേറെ ഹെൽത്തിയാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരിത്. അപ്പോൾ സാലഡല്ലേ, അപ്പോൾ അതിരിക്കും കേട്ടോ. സവാളയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞതിട്ടു. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ വഴറ്റുന്ന സമയത്ത് നമ്മൾ ആ മഷ്റൂം എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂം ആ വെള്ളത്തിൽ നിന്ന് 10 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇങ്ങോട്ട് എടുക്കണം. അതിന് തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കണം, വാല് വയ്ക്കണം. എന്നിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വടി പോലത്തെ സാധനങ്ങൾ പറിച്ചെടുത്ത് അത് നല്ല കുരുകുരുന്നനെ അരിയുക. പിന്നെ മഷ്റൂമിൻ്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ കാണിച്ചു തരാം, മനസ്സിലാവുന്നതെന്ന് അറിയുന്നില്ല. ഇത് വേണ്ട, ഇതുപോലെ പിഴുതെടുക്കുക. ചിലത് വേഗം പോയിട്ട് തൊടുമ്പോഴത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നത് കണ്ട, അങ്ങനെ പോകുന്ന എല്ലാത്തിൻ്റെയും എടുക്കുക. എന്നിട്ട് അത് കുരുങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ കുരു പറയുമ്പോൾ ഒന്നും വിചാരിക്കണ്ട, അങ്ങനെ എന്താ പറയുക, കുഞ്ഞിതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ കുഞ്ഞിതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്, എന്നാലാണ് അതൊരു ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. വേസ്റ്റൊന്നും പോകാനില്ല, പക്ഷേ ഒരാൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റിങ്ങിന് വേണം, എങ്കിലേ അത് നമുക്കൊരു ഫില്ലിംഗ് ആയിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 3 പേര് കൂടിയിരിക്കണം. കുറച്ച് കുട്ടികളെടുത്തു, പിന്നെ ഞാനെടുത്തു, ജാനെടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കാണ് അധികമായി ഉണ്ടായത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒരു 4-5 കഷ്ണമാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഒന്നും കൂടി വേകുമ്പോൾ ഒന്നും കൂടി ഇത് ചുരുങ്ങി വരും. അപ്പോൾ ഇതൊന്നും അല്ലാത്ത പോലെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ, അതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ അങ്ങനെ നമുക്ക് പ്രോട്ടീൻ റിച്ചും പിന്നെ നമുക്ക് അങ്ങനെ അധികം ഫാറ്റ് കണ്ടൻറ്റും ഇല്ലാത്ത സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വേണ്ടത്. കാരണം രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ വിശപ്പ് എന്ന് പറഞ്ഞ സാധനം വരില്ല. മറ്റേ നമുക്ക് ക്രേവിങ്സ് ആണ്, ഷുഗർ കഴിക്കാനാണോ തോന്നണേ, എന്താ തോന്നണേ നമുക്ക് അറിയാൻ പറ്റില്ല, ഒരാളോട് പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇത് കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്, കുറേ നേരത്തേക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ കഴിക്കുക. ഇതുപോലെ കഴിച്ചതിന് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മറ്റേ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ആ സവാളയും വെളുത്തുള്ളിയും അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതവിടെ സിമ്മിലിട്ടിരിക്കുകയാണ് ഞാൻ. അതിലേക്കാണ് ഇതിടുന്നത് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതിപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇതേപോലെ ഒരു അവക്കാഡോൻ്റെ പകുതി എടുത്തിട്ട്, അത് നമ്മുടെ സെയിലിന് കഴിച്ചതിൻ്റെ ബാലൻസാണ്, അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അതും കൂടി അവിടെ സ്മാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്നാണ്. അത് ഞാൻ അതെടുക്കാൻ നോക്കിയപ്പോൾ സ്പൂൺ കാണാനില്ല. പിന്നെ ചീസ് ഇടുന്നുണ്ട് കേട്ടോ. ചീസ് നല്ലൊരു 2 കഷ്ണം 1.5 കഷ്ണത്തോളം ചീസ് ഇട്ടു. ആ ചീസ് ഒന്ന് മെൽട്ടായി വരുന്ന സമയം കൊണ്ട് അത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ്, ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടാണ്, തണുത്തിരിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും വേണം അടുത്ത മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില്ലി ഫ്ലേക്സ് ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല രുചിയും രസമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സ്വാദ് അതിൻ്റെ രീതിയിലും, എന്നാൽ എരിവിന് എരിവുണ്ട് എന്തായാലും. പക്ഷേ ഇതിനിപ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എരിവ് മതി, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചൊരു പേരിന് ഇട്ടിട്ടുള്ളൂ.
അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പെപ്പർ ആഡ് ചെയ്യാം. പെപ്പർ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ലപോലെ കിട്ടും. അതും കൂടി ആഡ് ചെയ്യുക. ഒരു നുള്ളും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്കത് ചെയ്യാനായിട്ട് കേട്ടോ. അത് വാങ്ങി വയ്ക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് കഴിക്കാൻ നേരത്ത് നമ്മളതിലേക്ക് മുട്ട ആഡ് ചെയ്തു. മുട്ട അങ്ങനെ 4-5 പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ഒരു 3 മുട്ട ഉണ്ട് അതിൽ. അതങ്ങനെ പിന്നത്തെ ബാലൻസ് വരുന്നത് നമുക്ക് അവക്കാഡോ ഉണ്ട്, അത് ഇതുപോലെ തന്നെ സ്മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ സ്മാഷ് ചെയ്യാനായിട്ടുള്ള ഫോർക്കൊന്നും കയ്യിലില്ല, അതുകൊണ്ട് അത് ഇനി എടുക്കാൻ മടിച്ചിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് സ്മാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഫോർക്ക് വെച്ച് ചെയ്യുന്നതാണ് സൗകര്യം. അത് വളരെ ഈസി ആയിട്ട് സ്മാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു രസമുള്ള സാധനമാണ്. കാരണം നമുക്കൊരു പ്രത്യേക ഫില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്കത്. നമ്മളിപ്പോൾ വേറെ സാലഡൊക്കെ അരിഞ്ഞ് കഴിക്കണേക്കാളും സുഖമായിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഫില്ലായി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എടുക്കുക. നമുക്ക് എന്നിട്ട് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് എന്തെങ്കിലും ഒന്നും ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരൊക്കെ